ഫ്രേസൽ വേർബ്സ്. ഇന്ന് നമുക്ക് ഫ്രേസൽ വേർബ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫ്രേസൽ വേർബ്സ്? ഇവിടെ നോക്കിയേ, കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വേർഡ്സ്? പുട്ട് ഓൺ, ഗിവ് അപ്പ്, പുട്ട് അക്രോസ്, കോൾ ഓൺ, മേക്ക് ഔട്ട്, ലുക്ക് ഫോർ. ഈ വേർഡ്സിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? 2 വേർഡ്സ് കൂടിയിട്ടാണ് ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? പുട്ട് ഓൺ, പുട്ട് എന്ന് പറയുന്ന വേർബും ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനും. ഗിവ് അപ്പ് അതുപോലെ തന്നെയാണ്, ഗിവ് എന്ന വേർബും അപ്പ് എന്ന പ്രപ്പോസിഷനും. പുട്ട് അക്രോസ്, പുട്ട് എന്ന വേർബും അക്രോസ് എന്ന പ്രപ്പോസിഷനും. കോൾ ഓൺ, കോൾ എന്ന വേർബും ഓൺ എന്ന പ്രപ്പോസിഷനും. മേക്ക് ഔട്ട്, മേക്ക് എന്ന വേർബും ഔട്ട് എന്ന പ്രപ്പോസിഷനും. അതുപോലെ ലുക്ക് ഫോർ, ലുക്ക് എന്ന വേർബും ഫോർ എന്ന പ്രപ്പോസിഷനും. ഒരു വേർബും ഒരു പ്രപ്പോസിഷനും കൂടി ചേർന്ന ഒരൊറ്റ വേർഡ്, അതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫ്രേസൽ വേർബിന് ഇതിലെ വേർബിൻ്റെയോ പ്രപ്പോസിഷൻ്റെയോ മീനിങ്ങുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു മീനിങ് ഉള്ള വേർഡായിട്ടായിരിക്കും അത് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പുട്ട് ഓൺ. പുട്ട് എന്ന് പറയുന്ന വേർബിൻ്റെ മീനിങ് നമുക്ക് എന്തെന്ന് പറയാം? വയ്ക്കുക. ഓൺ എന്ന പ്രപ്പോസിഷൻ്റെ മീനിങ് എന്താണ്? മുകളിൽ. അപ്പോൾ നമ്മൾ പുട്ട് ഓൺ എന്ന് എഴുതുകയാണ്. മുകളിൽ വയ്ക്കുക എന്നാണോ ആ വേർഡിൻ്റെ മീനിങ് വരുന്നത്? അല്ല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ്, ധരിക്കുക. ഡ്രസ്സ് ഇടുന്നതിനെയാണല്ലേ പുട്ട് ഓൺ എന്ന് പറയുന്നത്. അതുപോലെ ഗിവ് അപ്പ്. നോക്കി, ഗിവ് എന്ന വേർബിൻ്റെ മീനിങ് എന്താണ്? കൊടുക്കുക. അപ്പ് എന്താണ്? മുകളിൽ. മുകളിലേക്ക് കൊടുക്കുക എന്നാണോ ഗിവ് അപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? അല്ല. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ ടു അബാൻഡൻ എന്നാണ്, ഉപേക്ഷിക്കുക എന്നാണ്. സോ വേർബ്, പ്രിപ്പോസിഷൻ 2 ഫങ്ഷൻ ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് പുതിയ ഒരു വേർഡായിട്ട് മാറുന്നു, പുതിയ മീനിങ് ഉള്ള ഒരു വേർഡായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് ഫ്രേസൽ വേർബ്? ഒരു വേർബും ഒരു പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബോ ക്രിയാവിശേഷണമോ ചേരാം. സോ എന്താണ് ഫ്രേസൽ വേർബ്സ്? ഒരു വേർബും ഒരു പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബോ കൂടിച്ചേർന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ഉള്ള ഒരു പുതിയ വെർബായിട്ട് ഒരു സെൻറ്റൻസിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്ങും എന്താണെന്ന് നോക്കാം. Be taken aback, be shocked or astonished. Be taken aback എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? Be shocked or astonished. ഞെട്ടിപ്പോയി, ഞെട്ടിത്തെരിക്കുക. I was taken aback by the news of his death. അയാളുടെ മരണവിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. Call after, call after. To give a child the same name as someone else, especially someone from the same family. കുട്ടിക്ക് ഫാമിലിയിലുള്ള തന്നെ ആരുടെയെങ്കിലും പേര് നൽകുക, അതിനെയാണ് കോൾ ആഫ്റ്റർ എന്ന് പറയുന്നത്. ഷീ വാസ് കോൾഡ് സാലി ആഫ്റ്റർ ഹെർ ഗ്രേറ്റ് ഓണ്ട്. അവളുടെ ഗ്രേറ്റ് ആൻറ്റിൻ്റെ പേരാണ് സാലി. ആ പേര് തന്നെയാണ് അവൾക്കും കൊടുത്തിരിക്കുന്നത്. ഷീ വാസ് കോൾഡ് സാലി ആഫ്റ്റർ ഹെർ ഗ്രേറ്റ് ഓണ്ട്. ഓക്കെ. കോൾ അറൗണ്ട്, ടു വിസിറ്റ് സംവൺ. കോൾ അറൗണ്ട് മീൻസ് ടു വിസിറ്റ് സംവൺ, ആരെയെങ്കിലും സന്ദർശിക്കുക. ലെറ്റ്സ് കോൾ അറൗണ്ട് ടു സീ യുവർ ഗ്രാൻഡ് മദർ ലേറ്റർ. നമുക്ക് നിന്റെ ഗ്രാൻഡ് മദറിനെ പിന്നീട് ഒരിക്കൽ വിസിറ്റ് ചെയ്യാം, കാണാൻ പോകാം, സന്ദർശിക്കാം. ഈ കോൾ അറൗണ്ടിന് തന്നെ വേറൊരു മീനിങ്ങും കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? ടു കോൾ മൾട്ടിപ്പിൾ പീപ്പിൾ ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് സംതിങ്.
ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഫോൺ ചെയ്യുന്നതിനെയും കോൾ അറൗണ്ട് എന്ന് പറയാം. വി ഡോണ്ട് നോ വിച്ച് ഹോസ്പിറ്റൽ ഹി വാസ് ഇൻ, സോ വി ഹാഡ് ടു കോൾ അറൗണ്ട്. അവൻ ഏത് ഹോസ്പിറ്റലിലാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് ഒരുപാട് പേരെ ഫോൺ ചെയ്യേണ്ടി വന്നു. കോൾ അറ്റ്, ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് ഫോർ എ ബ്രീഫ് പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി റെഫറിങ് ടു എ ഷിപ്പ് ഓർ ട്രെയിൻ. കുറച്ച് സമയത്തേക്ക് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്, നിർത്തുന്നതിനെയാണ് കോൾ അറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു ഷിപ്പോ ട്രെയിനോ ഒക്കെ അതിൻ്റെ സ്റ്റേഷനിലും പോർട്ടിലും ഒക്കെ നിൽക്കുന്നതിനെയാണ് കോൾ അറ്റ് എന്ന് പറയുന്നത്. ദ ഷിപ്പ് വിൽ കോൾ അറ്റ് സെവറൽ പോർട്സ് എൻ റൂട്ട് ടു ബഹാമസ്. ബഹാമസിലേക്ക് പോകുന്ന വഴി ഷിപ്പ് ഒരുപാട് പോർട്ടുകളിൽ നിൽക്കും കുറച്ച് സമയത്തേക്ക്. കോൾ അവേ, കോൾ അവേ, ടു ആസ്ക് someone to leave somewhere or stop what they are doing in order to go somewhere else, usually urgently. അപ്പോൾ എന്താണ് കോൾ അവേ? ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറയുക, ഏർജൻ്റായിട്ട് പോകാൻ പറയുക, അതിനെയാണ് കോൾ അവേ എന്ന് പറയുന്നത്. ദി ഡോക്ടർ വാസ് called away during dinner to attend to a patient. ഡോക്ടർ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ വിളിപ്പിച്ചു. എന്തിനാണ്? ഒരു പേഷ്യൻറ്റിനെ നോക്കാനായിട്ട് ഡോക്ടർ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ വിളിപ്പിച്ചു. ഓക്കെ. കോൾ ഫോർ, കോൾ ഫോർ, ടു പബ്ലിക്കലി ഡിമാൻഡ് ഓർ ആസ്ക് ഫോർ ആൻ ആക്ഷൻ ടു ഹാപ്പൻ. പരസ്യമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുക, അതിനെയാണ് കോൾ ഫോർ എന്ന് പറയുന്നത്. കോൾ ഓഫ്, ടു ക്യാൻസൽ എ പ്ലാൻ ഓർ ഇവന്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓർ വിൽ ഹാപ്പൻ. നടക്കുന്നതോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതോ ആയ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് കോൾ ഓഫ് എന്ന് പറയുന്നത്. ടു ക്യാൻസൽ a plan or event that is happening or will happen. The game was called off because of bad weather. Bad weatherന്റെ കാരണത്താൽ ഗെയിം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. They have called off their engagement. അവരുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തു. Decided not to get married. Okay. Come across, to meet or to find by chance. She came across some old photos in a drawer. ഒരു ഡ്രോയറിൽ പഴയ ഫോട്ടോകൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. ബൈ ചാൻസിലാണ് കേട്ടോ കണ്ടുപിടിച്ചു. എൻഡ് അപ്പ്, ടു ബി ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ അകപ്പെടുക, ഇതിനെയാണ് എൻഡ് അപ്പ്. ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു പ്ലേസിലോ ഒരു സ്ഥലത്തോ അകപ്പെടുന്നതിനെയാണ് എൻഡ് അപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഡിഡിൻറ്റ് വോണ്ട് ടു എൻഡ് അപ്പ് ലൈക്ക് ഹിസ് ഫാദർ. അവൻ്റെ അച്ഛനെ പോലുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടണ്ട. ഷീ എൻഡഡ് അപ്പ് റിച്ച്. അവൾ വളരെ റിച്ചായി മാറി. ഓക്കെ. ഗെറ്റ് അലോങ്, ടു മേക്ക് എ ഫ്രണ്ട്ലി റിലേഷൻ, ടു മാനേജ് എ സിറ്റുവേഷൻ. ടു മേക്ക് എ ഫ്രണ്ട്ലി റിലേഷൻ ഓർ ടു മാനേജ് എ സിറ്റുവേഷൻ. ഐ tend to get along with most people. ഞാൻ എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാറുണ്ട്. She never really got along with her sister. അവളുടെ സഹോദരിയുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലല്ല. I wonder how Tony is getting along in his new job. I wonder how Tony is getting along in his new job. ടോണി എങ്ങനെയാണ് അവൻ്റെ പുതിയ ജോബുമായിട്ട് പൊരുത്തപ്പെടുന്നതെന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഗെറ്റ് അവേ, ടു എസ്കേപ്പ്, രക്ഷപ്പെടുക. ഗെറ്റ് അവേ, ടു എസ്കേപ്പ്. ഷീ വാസ് കോട്ട് ബട്ട് ദ റെസ്റ്റ് ഓഫ് us ഗോട്ട് അവേ. അവൾ പിടിക്കപ്പെട്ടു, പക്ഷെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഗെറ്റ് ഓവർ, ടു റിക്കവർ ഫ്രം. ഓവർകം, മറികടക്കുക, തരണം ചെയ്യുക, അല്ലെങ്കിൽ സുഖം പ്രാപിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഗെറ്റ് ഓവർ. ഷീ കാൺറ്റ് ഗെറ്റ് ഓവർ ഹെർ ഷൈനസ്. അവൾക്ക് അവളുടെ ഷൈനസിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നില്ല. ഐ തിങ്ക് ദി പ്രോബ്ലം ക്യാൻ ബി ഗോട്ട് ഓവർ വിതൗട്ട് ടു മച്ച് ഡിഫിക്കൽറ്റി. ഒരുപാട് ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലാതെ ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
Get through. To succeed in an examination or competition. ഒരു എക്സാമിനേഷനിലോ കോമ്പറ്റീഷനിലോ വിജയിക്കുന്നതിനെയാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഗെറ്റ് അപ്പ്. ടു റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ്. ഉറക്കം എഴുന്നേൽക്കുന്നതിനെയാണ് ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് ഇൻ. ടു സറണ്ടർ. ടു ഈൽഡ്. കീഴടങ്ങുക, അതിനെയാണ് ഗിവിൻ എന്ന് പറയുന്നത്. The government cannot be seen as giving in to terrorist demands. ഗവൺമെന്റ് തീവ്രവാദികളുടെ ഡിമാൻഡുകൾക്ക് മുന്നിൽ കീഴടങ്ങുന്നില്ല. Give up. To abandon. To stop making an effort. He wasn't the kind of man to give up easily. എന്താണ്? ഒരു എഫേർട്ട് എടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആളല്ല അയാൾ. She didn't give up work when she had the baby. കുട്ടി ഉണ്ടായിട്ടും അവൾ അവളുടെ ജോലി ഉപേക്ഷിച്ചില്ല. Go for. To compete. To move. To attack. Go for എന്ന് വെച്ചാൽ എന്താണ്? To compete. മത്സരിക്കുക. To move. To attack. അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി മൂവ് ചെയ്യുക, ചലിക്കുക, ഇതിനെയാണ് go for എന്ന് പറയുന്നത്. He will be going for his third straight Olympic gold medal. തൻ്റെ മൂന്നാമത്തെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുന്നതിന് മത്സരിക്കാനായിട്ട് അവൻ പോകുന്നു. Go on. To continue. ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് go on എന്ന് പറയുന്നത്. To continue. Go on. To continue something. He went on speaking for 2 hours. Go on ന്റെ V2 ആണ് went on. Go എന്ന് പറയുന്ന വെർബിന്റെ V2 എന്താണ്? Went. അപ്പോൾ go on അതിന്റെ V2 went on. He went on speaking for 2 hours. 2 മണിക്കൂറായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. I can't go on working like this. I'm exhausted. എനിക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ആകെ തളർന്നു. Go through. To experience a difficult situation or to read or examine. Go throughന് 2 മീനിങ് ഉണ്ട്. To experience a difficult situation, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുഭവിക്കുക അല്ലെങ്കിൽ വായിക്കുക, എക്സാമിൻ ചെയ്യുക. She has been going through a bad time recently. ഇപ്പോൾ അവൾ വളരെ മോശമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. She sat down to go through the bundle of letters. ഒരു ബണ്ടിൽ ലെറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം വായിക്കുന്നതിനായിട്ട് അവൾ ഇരുന്നു. Hand over. To pass something to someone. To give control of or responsibility for someone to someone else. Hand over എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. The aunt handed over a check to Jill. ജില്ലിന്റെ കയ്യിലേക്ക് aunt ഒരു ചെക്ക് എന്ത് ചെയ്തു? ഹാൻഡ് ഓവർ ചെയ്തു, കൊടുത്തു. He finally handed over his responsibility for the company last year. കമ്പനിയിലെ അവന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ലാസ്റ്റ് ഇയറിൽ അവൻ ഹാൻഡ് ഓവർ ചെയ്തു മറ്റൊരാൾക്ക്. ഓക്കെ. Lay down. To put something down or stop using. To clearly state a rule or something important. ലേ ഡൗൺ എന്ന് വെച്ചാൽ എന്താ? കിടക്കുന്നതിനെയാണ് ലേ ഡൗൺ എന്ന് പറയുന്നത്. പിന്നെന്താണ്? എന്തെങ്കിലുമൊക്കെ റൂൾസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്യുന്നതിനും ലേ ഡൗൺ എന്ന് പറയാറുണ്ട്. He lay down on the bed and tried to relax. അവൻ കട്ടിലേക്ക് കിടന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു. She laid the book down on the table. അവൾ ആ ബുക്ക് വായിച്ചതിന് ശേഷം ടേബിളിലേക്ക് വെച്ചു. Let off. To release. Forgive. ക്ഷമിക്കുക അല്ലെങ്കിൽ ഒരാളെ റിലീസ് ചെയ്യുക, അതിനെയാണ് let off എന്ന് പറയുന്നത്. She was let off with a warning. അങ്ങനെ ഒരു വാർണിംഗ് കൊടുത്ത് അവളെ വിട്ടയച്ചു. They let him off if you ask me. നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർ അവനോട് ക്ഷമിക്കും. Look after. To take care of. To protect. സംരക്ഷിക്കുക, ആരെങ്കിലും സംരക്ഷിക്കുന്നതിനെയാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. She looked after her grandmother. I'm looking after his affairs while he's in hospital. അവൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നു. Who's going to look after the children while you are away? നീ പോകുമ്പോൾ ആരാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത്? Make out. To
അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്ക് ഔട്ട് എന്താണ്? മനസ്സിലാക്കുക. ഐ ഹേർഡ് ദ വോയിസസ് ബട്ട് കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ദേ വെർ സേയിങ്. ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹി മെയ്ഡ് ഔട്ട് ദാറ്റ് ഹി ഹാഡ് ബീൻ ഡ്രോപ്ഡ്. മേക്ക് ഔട്ടിന്റെ V2 ആണ് മെയ്ഡ് ഔട്ട്. ഹി മെയ്ഡ് ഔട്ട് ദാറ്റ് ഹി ഹാഡ് ബീൻ ഡ്രോപ്ഡ്. അവൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് അവന് മനസ്സിലായി. ഓക്കെ അല്ലേ? മേക്ക് അപ്പ് വൺസ് മൈൻഡ്, ടു മേക്ക് എ ഡിസിഷൻ, ഡിസൈഡ്, തീരുമാനിക്കുക. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക, തീരുമാനിക്കുക. ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അവൻ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. പേ ഓഫ്, ടു പേ ഓഫ് എ ഡെറ്റ് ഓർ ക്രെഡിറ്റ് ഇൻ ഫുൾ. അതിൻ്റെ മറ്റൊരു മീനിങ് ആണ് ടു ബി സക്സസ്ഫുൾ. കടം വീട്ടുന്നതിനെ പേ ഓഫ് എന്ന് പറയാറുണ്ട്. ടു ബി സക്സസ്ഫുൾ, എന്തിലെങ്കിലും വിജയിക്കുന്നതിനെയും പേ ഓഫ് എന്ന് പറയാറുണ്ട്. ഐ ഹാവ് സേവ്ഡ് അപ്പ് ഇനഫ് ടു പേ ഓഫ് മൈ മോർഗേജ്. അതിൻ്റെ കടം തീർക്കുന്നതിനുള്ള കാശെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടു പേ ഓഫ് മൈ മോർഗേജ്. ഓൾ ദ ഹാർഡ് വർക്ക് ഐ ഹാഡ് ഡൺ ഓവർ ദ സമ്മർ പെയ്ഡ് ഓഫ്. സമ്മറിൽ ഞാൻ നടത്തിയ എല്ലാ ഹാർഡ് വർക്കിനും ഫലം കണ്ടു. പുട്ട് എക്രോസ്, പുട്ട് എക്രോസ്, ടു എക്സ്പ്ലെയിൻ an idea or to convey something. He just wanted to put across his opinion. അവൻ തൻ്റെ ഒപ്പീനിയൻ മറ്റുള്ളവരോട് പറയാനാണ് ശ്രമിച്ചത്. Put off, to postpone. Put off എന്ന് വെച്ചാൽ എന്താണ്? To postpone. Call off എന്താണ്? To cancel an event that is happening or will happen. എന്തെങ്കിലും ഒരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതോ ആയ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നതാണ് കോൾ ഓഫ്. എന്നാൽ പുട്ട് ഓഫ് എന്ന് വെച്ചാൽ ടു പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ക്യാൻസൽ ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത്, ടൈം കുറച്ചുകൂടി നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ കാൻറ്റ് പുട്ട് ഓഫ് എ ഡിസിഷൻ മച്ച് ലോങ്ങർ. അവർക്കൊരു തീരുമാനം എടുക്കുന്നത് ഇനിയും നീട്ടിവെക്കാൻ സാധ്യമല്ല. Put on, to wear. She put on a new pair of shoes. അവൾ പുതിയ ഷൂസ് ധരിച്ചു. He put on expensive clothes. വളരെ എക്സ്പെൻസീവ് ആയിട്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അവൻ ധരിച്ചു. Put up, to display a notice or to construct. Put up, to display a notice. ഒരു നോട്ടീസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ടു കൺസ്ട്രക്ട്, എന്തെങ്കിലും നിർമ്മിക്കുന്നതിനെയാണ് പുട്ട് അപ്പ് എന്ന് പറയുന്നത്. ഹി വാസ് പുട്ടിങ് അപ്പ് എ ന്യൂ ഫെൻസ് അറ്റ് ഹിസ് ഹോം. അവൻ അവൻ്റെ വീട്ടിൽ പുതിയ ഒരു ഫെൻസ് നിർമ്മിക്കുന്നുണ്ട്. ദ എക്സാമിനേഷൻ റിസൾട്ട്സ് ആർ പുട്ട് അപ്പ് ഇൻ ദ സ്കൂൾ നോട്ടീസ് ബോർഡ്. സ്കൂൾ നോട്ടീസ് ബോർഡിൽ എക്സാമിനേഷൻ്റെ റിസൾട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പുട്ട് അപ്പ് വിത്ത്, ടു ടോളറേറ്റ്. പുട്ട് അപ്പ് വിത്ത്, ടു ടോളറേറ്റ്, സഹിക്കുക. ഐ കാൻ പുട്ട് അപ്പ് വിത്ത് ദിസ് നോൺസെൻസ് എനിമോർ. എനിക്ക് ഈ നോൺസെൻസ് ഇനിയും സഹിക്കാൻ കഴിയില്ല. സെറ്റ് ഔട്ട്, ടു ബിഗിൻ എ ജേർണി ഓർ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി. ഒരു ജേർണി, ഒരു യാത്ര തുടങ്ങുന്നതിനെയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിനെയോ തുടങ്ങുന്നതിനെയോ ആണ് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. വി സെറ്റ് ഔട്ട് ഫ്രം ന്യൂയോർക്ക് ഓൺ ഫ്രൈഡേ ഫോർ ഈജിപ്റ്റ്. നമ്മൾ എന്ത് ചെയ്തു? ന്യൂയോർക്കിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടേക്ക്? ഈജിപ്തിലേക്ക്. സെറ്റ് അപ്പ്, ടു അറേഞ്ച് സംതിങ്, എസ്റ്റാബ്ലിഷ് ഓർ ബിൽഡ്. ടു അറേഞ്ച് സംതിങ്, എസ്റ്റാബ്ലിഷ് ഓർ ബിൽഡ്. എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നതിനെയോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയോ ബിൽഡ് ചെയ്യുന്നതിനെയോ ആണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ദേ സെറ്റ് അപ്പ് എ ഫാക്ടറി ഇൻ എ റിമോട്ട് പ്ലേസ്. എന്താണ്? അവരൊരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു റിമോട്ട് പ്ലേസിൽ, വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് അവരൊരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. സെറ്റപ്പ്. ടേക്ക് ഓഫ്, ടു റിമൂവ് ക്ലോത്ത്സ്. വേറൊരു മീനിങ് ആണ് ബേർഡ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ടു ബിഗിൻ ടു ഫ്ലൈ. പുട്ട് ഓൺ നമ്മൾ എന്ത് പറഞ്ഞു? വസ്ത്രം ധരിക്കുന്നതിനെയാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ വസ്ത്രം അഴിക്കുന്നതിനെയാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു മീനിങ് ഉള്ളത് എന്താണ്? ബേർഡ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഒക്കെ പറക്കാനായിട്ട് തുടങ്ങുന്നില്ലേ, അതിനെയും ടേക്ക് ഓഫ് എന്നാണ് പറയുന്നത്. ടേൺ ഡൗൺ, ടു റിജക്റ്റ്. എന്തെങ്കിലും നിരസിക്കുന്നതിനെയാണ്
ടേൺ ഡൗൺ എന്ന് പറയുക, റിജക്റ്റ് ചെയ്യുക. ദ ബാങ്ക് ടേൺഡ് ഹെർ ഡൗൺ ഫോർ എ ലോൺ. ആ ബാങ്ക് അവൾക്ക് ലോൺ കൊടുക്കുന്നത് നിരസിച്ചു, റിജക്റ്റ് ചെയ്തു. ടേൺ അപ്പ്, ടു അപ്പിയർ, ടു ഷോ അപ്പ്, ടു എറൈവ് എന്നൊക്കെയാണ് ടേൺ അപ്പിന്റെ മീനിങ്. എത്തിച്ചേരുക എന്നാണ് ടേൺ അപ്പിന്റെ മീനിങ്. വി അറേഞ്ച് ടു മീറ്റ് അറ്റ് 7:30 ബട്ട് ഷീ നെവർ ടേൺഡ് അപ്പ്. 7:30 ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു, പക്ഷെ അവൾ എത്തിച്ചേർന്നില്ല. ഓക്കെ. Phrasal verb questions from previous SSLC English examinations. 10 വർഷത്തെ SSLC എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. Question 1. Choose the appropriate phrasal verbs from the ones given and complete the passage given below. 2015 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. Mother rejected the children's plea for going out and play. Finally, they were allowed to play within the compound. They started to play hide and seek. Ravi hid in a shed and could not understand what was happening outside. When he came out, other children had abandoned hide and seek and started another ഗെയിം. ഇവിടെ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻഡ് ആണ് അല്ലേ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ്ങിന്റെ സെയിം മീനിങ് ഉള്ള ഫ്രേസൽ വേർബ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് നോക്കാം. മദർ റിജക്റ്റഡ് ദ ചിൽഡ്രൻസ് പ്ലീ ഫോർ ഗോയിങ് ഔട്ട് ആൻഡ് പ്ലേ. കുട്ടികൾ പുറത്തു പോയി കളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്തു എന്ന് മീനിങ് ഉള്ള ഫ്രേസൽ വേർബ് ഏതാണ്? ഗിവ് അപ്പ് ആണോ? സെറ്റ് ഔട്ട്, turn down, put on, make up, make out. Rejected എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ് ഇതില്? ടേൺ ഡൗൺ ആണല്ലേ. ഇവിടെ റിജക്റ്റഡ് എന്ന് V2 ഫോമിലല്ലേ കൊടുത്തിരിക്കുന്നത് വേർബ്. ടേൺ ഡൗൺ എന്നതിന് പകരം നമുക്ക് എന്തെഴുതാം? ടേൺഡ് ഡൗൺ എന്ന് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ V2 ആയതുകൊണ്ട് V2 എഴുതുന്നതായിരിക്കും നല്ലത്. ടേൺഡ് ഡൗൺ എന്നാണ് V2 വരിക. Finally, they were allowed to play within the compound. അവസാനം അമ്മ അവരെ ആ കോമ്പൗണ്ടിനുള്ളിൽ കളിക്കാനായിട്ട് സമ്മതിച്ചു. They started to play hide and seek. കുട്ടികൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന മീനിങ് ഉള്ള ഫ്രേസൽ വേർബ് ഏതാണ് ഇതിനകത്ത്? സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി. ടു സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി എന്താണ്? സെറ്റ് ഔട്ട്. They set out to play hide and seek. Ravi hid in a shed and could not understand what was happening outside. രവി എന്ന് പറയുന്ന കുട്ടി ഒരു ഷെഡിനുള്ളിലാണ് ഒളിച്ചത്. അതുകൊണ്ട് പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അവനൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അണ്ടർസ്റ്റാൻഡ്. ടു അണ്ടർസ്റ്റാൻഡ് എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ്? മേക്ക് ഔട്ട്. രവി ഹിഡ് ഇൻ എ ഷെഡ് ആൻഡ് കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് വാസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. When he came out, other children had abandoned hide and seek and started another game. അവൻ പുറത്തു വന്നപ്പോഴേക്കും മറ്റുള്ള കുട്ടികൾ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ഉപേക്ഷിച്ചു വേറൊരു ഗെയിം തുടങ്ങുകയും ചെയ്തു. എബാൻഡൻഡ്, ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്ന് മീനിങ് ഉള്ള ഫ്രേസൽ വേർബ് ഏതാണ് ഇതിൽ? ഗിവ് അപ്പ്. ടു എബാൻഡൻ, ഗിവ് അപ്പ്. ഇവിടെ എബാൻഡൻഡ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ചിൽഡ്രൻ ഹാഡ് അബാൻഡൻ പെർഫെക്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഗിവ് അപ്പ് എന്നല്ല, ഗിവൺ അപ്പ്. ദി ചിൽഡ്രൻ ഹാഡ് ഗിവൺ അപ്പ് ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് സ്റ്റാർട്ടഡ് another game. Okay. Question 2. Fill in the blanks with the suitable forms of the phrasal verbs given below. 2016 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. The results of the annual exam have been dash on the notice board of the school. ആനുവൽ എക്സാംസിന്റെ റിസൾട്ട് സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടു ഡിസ്പ്ലേ സംതിങ്, ആ മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ് ഇവിടെ? സെറ്റ് ഓഫ് ഉണ്ട്, ഗെറ്റ് ത്രൂ ഉണ്ട്, പുട്ട് അപ്പ് ഉണ്ട്, പുട്ട് ഓൺ ഉണ്ട്, പുട്ട് അപ്പ് വിത്ത് ഉണ്ട്. സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ ടു ബിഗിൻ എ ജേർണി. ഗെറ്റ് ത്രൂ എന്ന് വെച്ചാൽ എന്തെങ്കിലും മത്സരത്തിലോ എക്സാമിനേഷനിലോ ഒക്കെ വിജയിക്കുക. പുട്ട് അപ്പ് എന്താണ്? പുട്ട് അപ്പ് ടു ഡിസ്പ്ലേ സംതിങ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്?
The results of the annual exam have been put up on the notice board of the school. Meera reached home and dashed her uniform and dashed to school. മീര വീട്ടിലെത്തിയതിന് ശേഷം, മീര എവിടെയോ പോയിരിക്കുകയായിരുന്നു, എത്തിയതിന് ശേഷം ഡാഷ് ഹെർ യൂണിഫോം ആൻഡ് ഡാഷ് ടു സ്കൂൾ. യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോയി എന്നാണ് അല്ലേ. മീര റീച്ച്ഡ് ഹോം ആൻഡ് യൂണിഫോം എന്താ ചെയ്യുക? ധരിക്കുകയല്ലേ ചെയ്യുന്നത്. പുട്ട് ഓൺ ഹെർ യൂണിഫോം ആൻഡ് സെറ്റ് ഓഫ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാനിറങ്ങി. ഷീ ചെക്ക്ഡ് ദ റിസൾട്ട്സ് ആൻഡ് ഇൻഫോംഡ് ഹെർ ക്ലാസ്മേറ്റ് രവി that he had dashed the exam. സ്കൂളിൽ അവൾ എന്തിനാണ് പോയത്? റിസൾട്ട്സ് ചെക്ക് ചെയ്യാനാണ് പോയത്. പോയിട്ട് തൻ്റെ ക്ലാസ്മേറ്റ് ആയ രവി അവൾ എന്താണ് അറിയിച്ചത്? ദാറ്റ് ഹി ഹാഡ് ഡാഷ്ഡ് ദി എക്സാം. എക്സാം പാസ്സായി എന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ. പാസ്സായി എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബ് ഗെറ്റ് ത്രൂ ആണ് അല്ലേ. ഗെറ്റ് ത്രൂ എന്ന് വെച്ചാൽ എന്താണ്? ടു സക്സീഡ് ഇൻ ആൻ എക്സാമിനേഷൻ ഓർ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രവി എക്സാമിൽ വിജയിച്ചിട്ടുണ്ട്. 2017 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബ്സിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം. അമൽ ഹാസ് നെവർ ബീൻ ഏബിൾ ടു ഡാഷ് ഏർലി ഫ്രം ബെഡ്. അമൽ ഒരിക്കലും രാവിലെ എഴുന്നേൽക്കില്ല. ഗെറ്റ് അപ്പ്. എന്താണ് get up? Amal has never been able to get up early from bed. Though his mother set the alarm clock, he simply turned it off and went back to sleep. അമ്മ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവൻ അത് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഉറങ്ങാനായിട്ട് പോകും. എവ്രി മോർണിംഗ് he would dash late to school. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ അവൻ ലേറ്റായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ലേറ്റ് ആയിട്ടാണ്. എവ്രി മോർണിംഗ് ഹി വുഡ് സെറ്റ് ഔട്ട് ലേറ്റ് ടു സ്കൂൾ. സോ ഹി ഡാഷ് ദ ക്ലാസ് ലേറ്റ് എവ്രി ഡേ. അതുകൊണ്ട് അവൻ എന്നും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് എത്തിച്ചേരുന്നത്. സോ ഹി ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് ലേറ്റ് എവ്രി ഡേ. എല്ലാ ദിവസവും ക്ലാസ്സിൽ എത്തിച്ചേരുന്നത് ലേറ്റ് ആയിട്ടാണ്. അമൽ ന്യൂ വെൽ ദാറ്റ് ഹിസ് ക്ലാസ് ടീച്ചർ വുഡ് നോട്ട് ഡാഷ് ദ സിറ്റുവേഷൻ. അമലിന് നല്ലപോലെ അറിയാം അവൻ്റെ ക്ലാസ് ടീച്ചർ ഈ ഒരു ആക്ഷൻ ടോളറേറ്റ് ചെയ്യില്ല ഇനി. അപ്പോൾ അതെന്താണ്? ടീച്ചർ വുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. പുട്ട് അപ്പ് വിത്ത് ടു ടോളറേറ്റ്. ഓക്കെ അല്ലേ? 2018 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 4. കംപ്ലീറ്റ് ദ പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ്സിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. എഡോൾഫ് ക്രിയേറ്റഡ് സം പ്രോബ്ലംസ് ഇൻ ആ ഹോം. അഡോൾഫ് നമ്മുടെ വീട്ടിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി. ആ മദർ കുഡിൻ ഡാഷ് ഇറ്റ്. അമ്മയ്ക്കിത് ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ മദർ കുഡിൻ പുട്ട് അപ്പ് വിത്ത് it. One day, Adolf dashed the curtain rod with a smash. ഒരു ദിവസം അഡോൾഫ് കർട്ടൻ റോഡ് ഇങ്ങനെ വലിച്ചെടുത്ത് ഒടിച്ചു കളഞ്ഞു. എന്ത് പറയും? One day, Adolf pulled down. എന്താണ്? Pulled down. വലിച്ചെടുത്തിട്ട് pulled down the curtain rod with a smash. We dash our hope to tame him. We dash our hope to tame him. നമ്മൾ അവനെ നന്നാക്കാമെന്ന ആ ഒരു പ്രതീക്ഷയെല്ലാം ഉപേക്ഷിച്ചു. എന്താണ്? ടു അബാൻഡൻ, ഗേവ് അപ്പ്. വി ഗേവ് അപ്പ് അവർ ഹോപ്പ് ടു ടേം ഹിം. ഫൈനലി വി ഡാഷ് ടു സെൻഡ് ഹിം അവേ ടു ദ വൈൽഡ് വുഡ്സ്. അവസാനം നമ്മൾ എന്ത് തീരുമാനിച്ചു? ടു സെൻഡ് ഹിം അവേ ടു ദ വൈൽഡ് വുഡ്സിലേക്ക് അവനെ പറഞ്ഞു വിടാമെന്ന് നമ്മൾ തീരുമാനിച്ചു. ടു ഡിസൈഡ്, വി ഡിസൈഡഡ്. എന്താണ്? made up our mind. Finally, we made up our mind to send him away to the wild woods. Okay അല്ലേ? Question 5 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Complete the following passage using the appropriate phrasal verbs from the ones given below. വാങ്ക
tried his level best to dash the torture his master had inflicted on him. വാങ്ക എന്ത് ചെയ്തു? തൻ്റെ മാസ്റ്റർ ടോർച്ചർ ചെയ്യുന്നത് സഹിക്കാനായിട്ട് ശ്രമിച്ചു. സഹിക്കുക. എന്താണ് സഹിക്കുക? എന്താണ് സഹിക്കുക എന്ന മീനിങ് വരുന്ന ഫ്രേസിൽ verb? Put up with. വാങ്ക tried his level best to put up with the torture his master had inflicted on him. But it was unbearable for him. പക്ഷെ അത് അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. He tried to dash this to other apprentices. അവൻ ഇക്കാര്യം മറ്റ് അപ്രന്റിസസിനോട് പറയാനായിട്ട് ശ്രമിച്ചു. He tried to put across, to convey something, അല്ലേ? Put across this to other apprentices. But they made fun of him. പക്ഷെ അവനെ കളിയാക്കുകയാണ് ചെയ്തത്. Then he decided to write a letter to his grandfather, hoping he would dash the letter. അവൻ തീരുമാനിച്ചു തൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ലെറ്റർ എഴുതാം. എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫാദർ ഈ ലെറ്റർ വായിക്കുക. To read, go through. He would go through the letter and dash the troubles Vanga was facing. Dash the troubles Vanga was facing. ലെറ്റർ വായിക്കും എന്ന് മാത്രമാണോ അവൻ പ്രതീക്ഷിച്ചത്? ഇല്ല, അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും എന്നുകൂടി പ്രതീക്ഷിച്ചു, അല്ലേ? മനസ്സിലാക്കുക. Make out. And make out the troubles Vanga was facing. Vanga tried his level best to put up with the torture his master had inflicted on him, but it was unbearable for him. He tried to put across this to other apprentices, but they made fun of him. Then he decided to write a letter to his grandfather, hoping he would go through the letter and make out the troubles Vanga was facing. Okay അല്ലേ? Question number 6. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Complete the following passage using appropriate phrasal verbs from the ones given below. On Jane thought Jack and Jill were working hard to dash very well in their life. ഓൺ ജെയിൻ എന്താണ് കരുതിയത്? ജാക്കും ജില്ലും അവരുടെ ലൈഫിൽ നല്ലപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് കരുതിയത്. ഓൺ ജെയിൻ തോട്ട് ജാക്ക് ആൻഡ് ജിൽ വെർ വർക്കിംഗ് ഹാർഡ് ടു എന്താണ്? ഗെറ്റ് എലോങ് very well in their life, to manage a situation. Get along, to manage a situation. But she could not dash the idea of installment plans. പക്ഷേ അവർക്ക് ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ് എന്ന ഐഡിയ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. But she could not put up with the idea of installment plans. She gave them a check and asked them to dash one of their bills. Okay, checkന്റെ spelling mistake ഉണ്ട്. Okay, she gave them a check and asked them to dash. ഒരു ചെക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു dash one of their bills. Pay off one of their bills. She reminded them that if they didn't pay their bills, they would dash in the streets. എന്നിട്ട് അവരോട് പറഞ്ഞു അവരുടെ ബില്ലുകൾ അടച്ചില്ല എങ്കിൽ എന്ത് പറ്റും? തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് വേറൊരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെടും. എന്താണ് ആ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ്? end up. She reminded them that if they didn't pay their bills, they would end up in the streets. Okay. On Jane thought Jack and Jill were working hard to get along very well in their life, but she could not put up with the idea of installment plans. She gave them a check and asked them to pay off one of their bills. She reminded them that if they didn't pay their bills, they would end up in the streets. Okay, next. Question number 7.
2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Fill in the blanks using the right phrasal verbs from the ones given below. A lot of people dash to watch the shooting of the film. A lot of people dash to watch the shooting of the film. ഒരുപാട് ആളുകൾ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് കാണാനായി എത്തിച്ചേരുക, to arrive. മീനിങ് ഉള്ള ഫ്രേസൽ വെർബ് ഏതാണ്? Turn up. A lot of people turned up to watch the shooting of the film. The film crew dash requesting the people to clear the field. ആ ഫിലിം ക്രൂവിലുള്ള ആളുകളോട് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? ആ ഫീൽഡ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. The film crew went on requesting. Goneന്റെ V2 ആണ് went on requesting the people to clear the field. But all the requests were dashed by the big crowd that assembled there. പക്ഷേ അവിടെ കൂടിയ ആളുകളൊന്നും ഈ റിക്വസ്റ്റ് എന്ത് ചെയ്തില്ല? അവരെല്ലാം ഈ റിക്വസ്റ്റ് നിരസിച്ചു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. ടു റിജക്റ്റ് ഏതാണ് ഫ്രേസൽ വെർബ്? turned down. But all the requests were turned down by the big crowd that assembled there. But when the tiger emerged from the cage and dashed the crowd, they ran for their lives. പക്ഷേ ആ ടൈഗർ കേജിൽ നിന്ന് ഇറങ്ങി അവർക്ക് നേരെ എടുത്ത് ചാടി. അപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ആ ജീവനും കൊണ്ട് ഓടി. ബട്ട് വെൻ ദ ടൈഗർ എമേർജ്ഡ് ഫ്രം ദ കേജ് ആൻഡ് വെന്റ് ഫോർ. ഗോ ഫോറിന്റെ V2 ഫോം ആണ്. വെന്റ് ഫോർ ദ ക്രൗഡ്, ദേ റാൻ ഫോർ ദർ ലൈഫ്. അവർ ജീവനും കൊണ്ട് ഓടി. ഇവിടെ എല്ലാം V2 പറഞ്ഞത് എന്താണ്? ആ പാരഗ്രാഫ് എല്ലാം V2 വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം V2 പറഞ്ഞത്. ഗോന്റെ V2 ആണ് വെന്റ് ഓൺ. ടേൺ ഡൗൺ എന്ന ഫ്രേസൽ വെർബിന്റെ V2 ആണ് ടേൺഡ് ഡൗൺ. ഗോഫോറിന്റെ V2 ആണ് വെന്റ് ഫോർ. ഗോഫോർ മീനിങ് എന്താണ്? ടു മൂവ് ടു അറ്റാക്ക് അല്ലേ? ഇവിടെ ആരാണ് ടു മൂവ് ടു അറ്റാക്ക്? ദ ടൈഗർ അല്ലേ? ടേണപ്പിന്റെ V2 ആണ് ടേൺഡ് അപ്പ്. So, a lot of people turned up to watch the shooting of the film. The film crew went on requesting the people to clear the field, but all the requests were turned down by the big crowd that assembled there. But when the tiger emerged from the cage and went for the crowd, they ran for their lives. ഓക്കെ അല്ലേ? ഇതിൻ്റെ V2 എഴുതണം എന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങൾ ABCD എന്ന് എഴുതി കറക്റ്റ് മീനിങ് ഉള്ള ഫ്രേസൽ വെർബ് എഴുതിയാലും മാർക്ക് കിട്ടും. അത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. Fill in the blanks using the right phrasal verbs from the ones given below. After reaching my room, I dashed my coat and white shirt and hung them up. ഞാൻ റൂമിലെത്തിയതിന് ശേഷം എൻ്റെ കോട്ടും വൈറ്റ് ഷർട്ടും എല്ലാം അഴിച്ചിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടു. അഴിച്ചു വെക്കുക, ഡ്രസ്സ് അഴിച്ചു വെക്കുക. ആ മീനിങ് ഉള്ള ഫ്രേസൽ വെർബ് ഏതാണ്? ടേക്ക് ഓഫ്. ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ took off my coat and white shirt and hung them up. Take off in the V2 ആണ് took off. I had to dash a lot of rats who were running around my room. എൻ്റെ റൂമിൽ ഒരുപാട് റാറ്റ്സ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എനിക്ക് അവയെല്ലാം സഹിക്കണം. To tolerate എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? Put up with. I had to put up with a lot of rats who were running around my room. I dashed but I could not sleep. I dashed but I could not sleep. ഞാൻ കിടന്നു പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. I കിടന്നു, കിടക്കുക എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? lay down. I lay down but I could not. I dashed and went out to the veranda for a little air. ഞാൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു, എന്നിട്ട് പുറത്തേക്ക് കുറച്ച് കാറ്റ് കിട്ടാനായിട്ട് പുറത്തേക്ക് വരാന്തയിലേക്ക് പോയിരുന്നു. get up. എഴുന്നേറ്റു, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. get up. I get up
and went out to the veranda for a little air. Okay, after reaching my room, I took off my coat and white shirt and hung them. I had to put up with a lot of rats who were running around my room. I lay down, but I could not sleep. I got up and went out to the veranda for a little air. Laid down ആണ്. I laid down. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. Fill in the blanks using the right phrasal verbs from the ones given below. Martha could not dash the decision of the board. മാർത്തയ്ക്ക് ബോർഡിൻ്റെ ഡിസിഷൻ സഹിക്കാൻ കഴിഞ്ഞില്ല. മാർത്ത could not put up with the decision of the board, but she was not ready to dash her hopes to win the scholarship jacket. പക്ഷേ അവൾ തൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ചില്ല. But she was not ready to give up her hopes to win the scholarship jacket. Totally fearless, Martha dash her thoughts to the principal. മാർത്ത എന്ത് ചെയ്തു? പേടിയൊന്നും കൂടാതെ തൻ്റെ ആശയം പ്രിൻസിപ്പളിനോട് പറഞ്ഞു. തൻ്റെ ആശയം പറയുക. ടു കൺവേ ആൻ ഐഡിയ എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ്? പുട്ട് across. Totally fearless, Martha put across her thoughts to the principal. The principal was dashed by Martha's response and finally changed his decision. മാർത്തയുടെ റെസ്പോൺസ് കേട്ട പ്രിൻസിപ്പൽ എന്താണ്? ഞെട്ടിപ്പോയി. Get astonished എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണ്? Taken aback. The principal was taken aback by Martha's response and finally changed his decision. തന്റെ തീരുമാനം മാറ്റി. Martha could not put up with the decision of the board, but she was not ready to give up her hopes to win the scholarship jacket. Totally fearless, Martha put across her thoughts to the principal. The principal was taken aback by Martha's response and finally changed his ഡിസിഷൻ. ഇനി ലാസ്റ്റ് 2024 ഫെബ്രുവരിയിൽ നടന്ന മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 10. Fill in the blanks using the right phrasal verbs from the ones given below. Aunt Jane was dashed to find the way Jack and Jill were living. ജാക്കും ജില്ലും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കണ്ട ഓൺ ജെയിൻ ഞെട്ടിപ്പോവുക. Taken aback. Aunt Jane was taken aback to find the way Jack and Jill were living. She dashed to them that she had never owed a penny in her life. Aunt Jane തൻ്റെ ഐഡിയ അവരോട് കൺവേ ചെയ്യുകയാണല്ലേ. She put across to them that she had never owed a penny in her life. Put across. Before she dashed to leave, പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ. Before she get up to leave, she dashed a check to Jill and asked her to dash at least one of their bills. ഒരു ചെക്ക് ജില്ലിന്റെ കയ്യിലേക്ക് കൊടുത്തു. To pass something to someone. എന്താണ്? ഹാൻഡ് ഓവർ. She handed over a check to Jill and asked her to dash at least one of their bills. ഒരു ബില്ലെങ്കിലും അടച്ചു തീർക്കാൻ പറഞ്ഞു. അടയ്ക്കുക, കടം അടച്ചു തീർക്കുക. എന്താണ്? Pay off. Aunt Jane was taken aback to find the way Jack and Jill were living. She put across to them that she had never owed a penny in her life before she got up to leave. She handed over a check to Jill and asked her to pay off at least one of their bills. ഇത് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്
ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തത് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.